നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ട് വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം. ഹരി പത്മനാഭൻ എന്ന് പറഞ്ഞ ആളാണേ. സാർ പറയൂ സാർ. എന്തുകൊണ്ട് വിശേഷങ്ങള്? എല്ലാം നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖമായിട്ടിരിക്കുന്നു. പറഞ്ഞാട്ടെ വിശേഷങ്ങള് പറയൂ. മകന്റെ കാര്യം അറിയാനാണ്. ആയിക്കോട്ടെ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാട്ടെ. ഡേറ്റ് ഓഫ് ബർത്ത് 7/9/1994. സമയം പറഞ്ഞാട്ടെ. സമയം 1:10 PM ആണോ? 1:10 PM. അത്തം നക്ഷത്രം. ബുധനാഴ്ച ദിവസം, ചിങ്ങം 22-ാം തീയതി. വിവാഹകാരിയാണോ ഇപ്പം? വിവാഹക്കാരിയാണ്. പിന്നെ ജോലിയുടെ കാര്യത്തില് ഇപ്പൊ ഈ ഡിസംബർ 11 മുതൽ കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഉയർന്ന ഒരു ലെവലില് ഒരു നല്ല ജോലിയിലേക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടി മിക്കവാറും ഈ വരുന്ന സമയങ്ങളിൽ സാധിക്കാനാണ് ഇടയുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലി ആദ്യം കിട്ടാനൊക്കെ കുറച്ച് പാടാണ്. അപ്പൊ കിട്ടുന്ന ഒരു ജോലിയിൽ നിന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു ഭാവിയും നല്ല പ്രയോജനകരമായ ഒരു നേട്ടവും ഒക്കെ ആ പയ്യനെ സംബന്ധിച്ച് ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ അയാളുടെ ജാതക പ്രകാരമുണ്ട്. പിന്നെ അത് നമുക്കിപ്പോ വിവാഹം നോക്കുമ്പോൾ ജോലി ഒരു വളരെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പെൺകുട്ടികളുടെ പേരൻസും ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ജോലിക്കാർ എന്നുള്ളൊരു രീതിയിലൊക്കെ ഉണ്ടേ. അതാണ് ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോ കല്യാണത്തിനൊരു അത് നമ്മളിപ്പോ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം അവർക്ക് മക്കളുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതാണ്. അപ്പൊ ജോലി ഒന്ന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് നല്ലൊരു ജോലിയെല്ലാം മേടിച്ച് സ്വന്തം കാലിലൊക്കെ നിൽക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ നല്ലത്. അതിന് സാധിക്കുന്ന ജാതകമാണ്. അപ്പൊ അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ പറയണം കേട്ടോ. കല്യാണത്തിന്റെ സമയവും ഇപ്പം വരികയാണ്. ഇനി നമ്മളങ്ങനെ പക്ഷെ സമയമുണ്ട്. 2025 ഏപ്രിൽ 10 വരെ സമയമുണ്ട്. 2025. അപ്പൊ അതിനു മുമ്പ് മുന്നോടിയായി തന്നെ നല്ലൊരു ജോലി അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന ആളാണ്. ഇപ്പോഴത്തെ സമയവും അതിന് അനുകൂലമാണ്. അതിനുവേണ്ടി സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ വേണ്ടി പറയണം. നല്ല ജോലി കിട്ടും. അച്ഛൻ ആശങ്കയൊന്നും വെക്കണ്ട. പിന്നെ പൊതുവിൽ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ സാമ്പത്തികമായ ചതിവുകൾ ഉണ്ടാകാതെ നോക്കിക്കോളാൻ വേണ്ടി പറയണം. പെട്ടെന്ന് അടുത്തു കൂടുന്ന ആളുകളെ കരുതലോടുകൂടി അകറ്റി നിർത്താൻ വേണ്ടി നോക്കിക്കോണം. അതൊക്കെയാണ് ഇപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ചതിവുണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള അങ്ങനെ ഇടയായി തീരുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനൊന്നും പോയി വീഴാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തോടെ കരുതലോടുകൂടി ശ്രദ്ധിച്ചോളാൻ പറയണം. പിന്നെ വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകാൻ നോക്കണം. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഭാവിയുള്ള പയ്യനാണ്. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് അയാളെ സംബന്ധിച്ച് സാധിക്കും. അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് ശിവക്ഷേത്രത്തിലൊക്കെ പോയി കൂളത്തിലെ മാലയും അർച്ചനയും പിൻവിളക്കും അത് മാസത്തിലൊരു തിങ്കളാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലവും നടത്തുന്നത് നല്ലതാണ്. അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കിയാട്ട്. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങളെല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കാം. സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.